നമസ്കാരം. ദിവസങ്ങൾക്ക് ശേഷം CJPക്കാർ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധമെന്ന ആഭാസത്തരം ശനിയാഴ്ച അവസാനിച്ചു എന്നാണ് പലരുടെയും വിചാരം. കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ തല്ലിത്തകർത്ത് തരിപ്പണമാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ട വിഷയമാണ്. ഡൽഹി പോലീസ് നടപടി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണമെന്നാണ് പ്രമാണമെന്നല്ല, അതൊരു പ്രപഞ്ച സത്യമാണ്. ചരിത്രം മറക്കാൻ പാടില്ല. 1989 ജൂൺ 4 ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ജനാധിപത്യത്തിനു വേണ്ടി മുറവിളി കൂട്ടി സമരം ചെയ്ത നിരപരാധികളായ വിദ്യാർത്ഥികളെ അവരുടെ സ്വന്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ടാങ്ക് കയറ്റി ചതച്ചരച്ചു. 1000-ലധികം കുട്ടികളെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നരാധമന്മാർ, കാട്ടാളന്മാർ ടാങ്ക് കയറ്റിക്കുന്നത്. 14,000-ലധികം പേരെ കൊലപ്പെടുത്തിയെന്നും പറയപ്പെടുന്നുണ്ട്. ഇതേ കമ്മ്യൂണിസ്റ്റുകാർ 2016 മുതൽ 2026 വരെ കേരളം ഭരിച്ചപ്പോൾ ആശാവർക്കർമാർ സമരം നടത്തി സെക്രട്ടേറിയറ്റിന് മുന്നിൽ. അതും രാപ്പകലെന്നില്ലാതെ, മഴയും വെയിലുമെന്നില്ലാതെ മാസങ്ങളോളം. തുച്ഛമായ വേതന വർധനവിന് വേണ്ടിയാണ് ആ പാവം സ്ത്രീകൾ ഭരിക്കുന്നവരുടെ മൂക്കിന് തുമ്പിൽ സമരം ചെയ്തത്. തലമുണ്ഡനം ചെയ്ത് അവർ പ്രതിഷേധിച്ചു. ക്ഷൗരക്കത്തി തലയിൽ പതിഞ്ഞപ്പോൾ നെഞ്ച് പൊട്ടി ആ സ്ത്രീ കരഞ്ഞത് ഇന്നും മറന്നിട്ടില്ല. മനസാക്ഷിയുള്ള ആർക്കും മറക്കാനും കഴിയില്ല. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളും സമരം ചെയ്തു. അവരെയും കണ്ടഭാവം നടിച്ചില്ല പിണറായി സർക്കാർ. എന്നിട്ട് ഇവർ തന്നെയാണല്ലോ ഡൽഹിയിൽ സമരത്തിന് പിള്ളാരെ ഇളക്കി വിടുന്നത്. 1966 നവംബർ 7 ഇന്ദിരാഗാന്ധി ഡൽഹിയിൽ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്ത സന്യാസിമാരെ വെടിവെച്ചിട്ടു. നൂറുകണക്കിന് സന്യാസിമാർ റാം റാം എന്ന് വിളിച്ച് അവസാന ശ്വാസമെടുത്ത് മരിച്ചു വീണു. 1998 ജനുവരി 12 മധ്യപ്രദേശിലെ മുൽത്തായിയിൽ കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന പോലീസ് വെടിവയ്പിൽ 24 കർഷകർ കൊല്ലപ്പെടുകയും 150-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യപ്രദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇത്. അന്ന് കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് ആയിരുന്നു മധ്യപ്രദേശ് മുഖ്യമന്ത്രി. 1959 തിരുവനന്തപുരത്ത് നടന്ന പോലീസ് വെടിവയ്പിൽ 9 മാസം നിറഗർഭിണിയായ ഫ്ലോറി പെരേര എന്ന മത്സ്യത്തൊഴിലാളി സ്ത്രീ ഉൾപ്പെടെ 14 പേരെയാണ് EMS സർക്കാർ വെടിവെച്ച് കൊന്നത്. അടിയന്തരാവസ്ഥക്കാലത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സമരം ചെയ്യാനുള്ള അവകാശം ഈ രാജ്യത്ത് എല്ലാവർക്കുമുണ്ട്, ഏതൊരു പൗരനുമുണ്ട്. പക്ഷേ സമരത്തിൻ്റെ പേരിൽ പൊതുമുതൽ നശിപ്പിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാനുമുള്ള ലൈസൻസ് ആരും തന്നിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇത് ഇനി വെറും കേസല്ല, ദൃശ്യങ്ങളെല്ലാം എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം റീൽ ഡിലീറ്റ് ചെയ്താലും സെർവറിൽ നിന്ന് പോലീസിന് അത് വീണ്ടെടുക്കാൻ കഴിയും. NSA, അതായത് നാഷണൽ സെക്യൂരിറ്റി ആക്ട്, 1980 ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ദേശീയ സുരക്ഷാ നിയമമാണത്. ആ വകുപ്പെടുത്ത് ചാർത്തി തന്നാൽ 1 വർഷം വരെ ജാമ്യം പോലും കിട്ടില്ല. പാസ്പോർട്ട്, PSC വെരിഫിക്കേഷൻ, വിസ എല്ലാം പോകും. കുടുംബത്തിന് ഉണ്ടെങ്കിൽ മാത്രം അതും പോയി കിട്ടും. പിള്ളേരെ എരികേറ്റി തെരുവിലിറക്കിയ നേതാക്കന്മാർ ഇപ്പോൾ എവിടെയാണ്? അവരൊന്നും ചിത്രത്തിലേയില്ല. അവർ അവരുടെ ബിസിനസ്സും മറ്റുമായി പതിവ് പോലെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ജയിലിൽ കിടക്കാൻ പോകുന്നത് ഈ പിള്ളേർ മാത്രമാണ്. ഇൻസ്റ്റയിൽ ഹീറോ ആകാൻ കല്ലെടുത്തെറിഞ്ഞവൻ്റെ വീട്ടിൽ പോലീസ് എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കുറച്ചുകാലം കോടതിയും ജയിലുമായി പോരടിയില്ലാതെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോകും. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ വല്ലവൻ്റെയും വാക്കുകേട്ട് കൂടെ നിന്ന് സ്വന്തം ഭാവി കളയരുത്. പിന്നെ ഏട്ടൻ്റെ മോളാണെങ്കിലും ആസിഫ് അലി ആണെങ്കിലും ഇന്ദ്രജിത്തോ ടൊവീനയോ കുഞ്ചോക്കോയോ ദുൽഖറോ ആരോ ആയിക്കോട്ടെ, ഇവരുടെ ഒന്നും പ്രതികരണവും പിന്തുണയും യാദൃച്ഛികമാണെന്ന് പറയാൻ വയ്യ. രഞ്ജിനി ഹരിദാസ് ഡൽഹിയിൽ വെച്ച് CRPF ഉദ്യോഗസ്ഥർ ടിപ്പറിൽ കല്ലുകൾ നിറച്ചു കൊണ്ടുവന്ന് സമരക്കാരെ എറിയുന്നത് കണ്ടു എന്ന് പറഞ്ഞതാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത്. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഇതൊക്കെ അവർ മാറ്റി പറയില്ലെന്ന് കരുതാം. രഞ്ജിനി ഹരിദാസിനെതിരെ ഡൽഹി പോലീസിൽ പരാതി നൽകിയതായും കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി കുറഞ്ഞത് 6-7 വർഷം തീഹാർ ജയിലിൽ കിടന്ന് ഉണ്ട നിന്നേണ്ട വകുപ്പായിട്ടുണ്ട്. കേരളത്തിൽ ഇത്രയേറെ വിഷയങ്ങളുണ്ടായിട്ടും അനങ്ങാപ്പാറ പോലെ ഇരുന്നവർ അങ്ങ് ഡൽഹിയിൽ കുറേ എണ്ണം ഒത്തുകൂടിയപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ അത് യാദൃച്ഛികമല്ല. ആ യാഥാർത്ഥ്യം പുറത്തു വരിക തന്നെ ചെയ്യും.